ടൈമിംഗ് ടെസ്റ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ 50 ആളായി പരിമിതപ്പെടുത്തിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് സംസ്ഥാനത്തുടനീളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സാക്ഷ്യം വഹിച്ചത്. തിരുവനന്തപുരം മുട്ടത്തറയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലെത്തിയ 120ഓളം പേര് ആദ്യം തന്നെ പ്രതിഷേധിച്ചു. പിന്നാലെ സംസ്ഥാനത്തുടനീളം സമാനമായ സാഹചര്യം കണ്ടു. മലപ്പുറത്ത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ വരെ ഉണ്ടായി. ഈ 190 അപേക്ഷകരാണ് ജില്ലയിലുണ്ടായത്. അതിൽ 50 പേർക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. പിന്നാലെ പോലീസ് എത്തി. ഈ അപേക്ഷകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായ സാഹചര്യം ഉണ്ടായി. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ ഇന്നെത്തിയ എല്ലാ അപേക്ഷകർക്കും ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതി നൽകിക്കൊണ്ടാണ് സ്ഥിതി ശാന്തമായത്. അപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം പെട്ടെന്ന് നടപ്പിലാക്കുമ്പോൾ ഉണ്ടായ പ്രായോഗിക ബുദ്ധിമുട്ട് വലിയ ചോദ്യചിഹ്നമായി തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം പോലെ ജനസംഖ്യയുള്ള ഒരു ജില്ല, അവിടെ ഈ 50 എന്നൊരു കണക്ക് വേണോ, അതോ ഇത് പരിമിതപ്പെടുത്തുകയാണെങ്കിൽ തന്നെ അത് ഒരു നിശ്ചിത അളവ് തീരുമാനിച്ച് അതിനേക്കുള്ള ഒരു സമയമൊക്കെ എടുത്ത് വേണ്ട ഇത്തരത്തിലൊരു തീരുമാനം നടപ്പിലാക്കാനെന്ന ചോദ്യം അപേക്ഷകർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. കാരണം പുലർച്ചെ മുതലൊക്കെ ഇവിടെ എത്തിയവർ പലരും ഈ തീരുമാനം അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിലുണ്ടായ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ പ്രതിഷേധമായി എന്തായാലും സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാനത്തുടനീളം സമാന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ഇതിലൊരു ബദൽ ആയുള്ള ഒരു തീരുമാനം എന്നുള്ളത് തന്നെയാണ്. ഈ തീരുമാനം നടപ്പിലാക്കുമോ അതോ ഇതിൽ കൂടുതൽ ഭേദഗതി വരുത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും ചർച്ചയാവുന്ന കാര്യം തന്നെയാണ്.